സോ ഇന്ന് എങ്ങനെ നമുക്ക് കലി ലിനക്സ് മാക്ബുക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണാം. മാക്ബുക്ക് മീൻസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന M1 ചിപ്സെറ്റ്, അതുപോലെ തന്നെ M2 ചിപ്സെറ്റ്. സോ നിങ്ങൾ ഓൾഡ് മാക്ബുക്ക് ആണ്, ഇൻ്റൽ പ്രോസസ്സർ ആണെങ്കിൽ പ്രശ്നമില്ല, നേരെ VMware ഇൻസ്റ്റാൾ ചെയ്യുക, കലി ലിനക്സ് ഡയറക്റ്റ്ലി ബൂട്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ മാക്ബുക്ക് എയർ M2 ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന M2 പ്രോസസ്സർ ആയതുകൊണ്ട് വിനോ M2 എന്ന് വെച്ചാൽ ആർക്കിടെക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, ബേസ്ഡ് ആർക്കിടെക്ചറാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ കലി ലിനക്സ് VMwareൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണാം. സോ എന്താണ് ബേസ്ഡ് പ്രോസസ്സർ നമ്മളെ ടോപ്പിക്കല്ല, ബട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ ഗൂഗിൾ ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ കലി ലിനക്സ് ഡൗൺലോഡ് എന്താ ഗൂഗിൾ അടിച്ചാൽ തന്നെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് എഴുതാം, kali.org കിട്ടും. സോ ഇവിടെ പോവുക. സോ ഇവിടെ ഇൻസ്റ്റാളർ ഇമേജസ് എന്ന് കാണാം, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 64 ബിറ്റ് കാണാം, 32 ബിറ്റ് കാണാം, അതേപോലെ ലാസ്റ്റ് ആപ്പിൾ സിലിക്കോൺ ARM64 കാണാം. സോ ഇവിടെ ഇൻസ്റ്റാളർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഞാൻ ഡൗൺലോഡ് കൊടുക്കുന്നു. ആൻഡ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഡൗൺലോഡ് ഫോൾഡറിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫയലാണ് കിട്ടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് VMware ഫ്യൂഷൻ അല്ലെങ്കിൽ VN ഫ്യൂഷൻ സെർച്ച് ചെയ്യുക, VN ഫ്യൂഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം VMwareൻ്റെ. സോ VMware ഫ്യൂഷൻ പ്രോ ഫോർ ഇൻ്റൽ ഓർ ആപ്പിൾ സിലിക്കോൺ മാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി VMware ഫ്യൂഷൻ പ്രോന് ഏകദേശം $200 വരുന്നത്. ഇവിടുത്തെ ഒരു 20,000 അപ്രോക്സിമേറ്റ്ലി ആ റേഞ്ചാണ് വരിക. സോ ആക്ച്വലി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് VMware ഫ്യൂഷൻ കൊടുക്കുന്നുണ്ട്. കീ എങ്ങനെ, അതായത് ഒറിജിനൽ കീ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. macOS 12+ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് 700 MB അങ്ങനെ എന്തോ ആയിരിക്കും ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. സോ ഡൗൺലോഡ് സ്റ്റാർട്ടഡ്. 672 MB ആണ് വരുന്നത്. ഓക്കെ, ഡൗൺലോഡ് ആകട്ടെ. അതിനുവേണ്ടി ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഇവിടെ കസ്റ്റമർ കണക്റ്റിൽ എന്താ ചെയ്യുക, നമ്മളൊന്ന് ID ക്രിയേറ്റ് ചെയ്യുക. യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ സൈൻ അപ്പ് കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്തതിന് ശേഷം സോ അതിന് മുമ്പ് നമ്മൾക്കൊന്ന് VMware ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡ്സിൽ ഇത് ഫുള്ളായിട്ടുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഡബിൾ ക്ലിക്ക് ടു ഇൻസ്റ്റാൾ, ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് ഓപ്പൺ കൊടുത്താൽ മതി. നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്കാണ് ഓൾറെഡി ഞാൻ ആക്ടിവേറ്റഡ് ആണ്. സോ എങ്ങനെ എനിക്ക് ഈ ഒരു ലൈസൻസ് കോഡ് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കീ ചോദിക്കും. ഫ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കീ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ VMware ഫ്യൂഷൻ ഫ്രീ സ്റ്റുഡൻ്റ് എന്ന് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. സോ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ലോഗിൻ ഇൻ ചെയ്തത് കൊണ്ട് ഇവിടെ വെൽക്കം ഫർഹാൻ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഇത് പേഴ്സണൽ യൂസ് ലൈസൻസ് ആണ്. നമ്മൾ താഴെ ഇവിടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ലൈസൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VMware ഫ്യൂഷൻ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലൈസൻസ് കാണും. ഈ ലൈസൻസ് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ VMware ഫ്യൂഷൻ കംപ്ലീറ്റ്ലി ആക്ടിവേറ്റോ ഫോർ ഫ്രീ. ആൻഡ് ഇത് ക്രാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു ടൈപ്പ് ചെയ്തിട്ടോ എന്നല്ല, കംപ്ലീറ്റ്ലി ജെന്യൂൻ ആയിട്ട് നമ്മൾക്ക് കീ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇൻസ്റ്റാൾ ഫ്രം ഡിസ്കോർ ഇമേജ് ഉണ്ടാവും, അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ VMwareൻ്റെ കലി ലിനക്സ് ഫയൽ, അതായത് ബേസ്ഡ് പ്രോസസ്സറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് ആദ്യം ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ സാധനം, അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ കലി ലിനക്സ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ലിനക്സ് ക്ലിക്ക് ചെയ്യുക, അതറുണ്ട്. ലിനക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഡെബിയൻ 10.x64 ബിറ്റ് ARM കൊടുത്തിട്ടുണ്ട്, ARM, അത് ശ്രദ്ധിക്കുക, അത് തന്നെ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് റാമും അതേപോലെ തന്നെ സൈസും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. എവിടെയാണ് ഈ ഒരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെർച്വൽ മെഷീൻസിൽ തന്നെ ഡിഫോൾട്ടായിട്ട് പോവുകയാണ്. സേവ് കഴിഞ്ഞു. ഇനി ഇത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇൻസ്റ്റാളേഷൻ
ഓൾറെഡി ഞാൻ മറ്റ് വീഡിയോയിൽ എങ്ങനെ കലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ സെക്കൻഡ് പാർട്ട് ഐ ഗസ് എങ്ങനെ കലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് എല്ലാം എൻ്റർ കൊടുത്ത് പോവുകയാണ്. ഒന്നും ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല. എല്ലാം യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, എല്ലാം കലി 1 2 3 ഡിഫോൾട്ടായിട്ട് ഞാൻ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോയത് ചെയ്ത്, വേറെ ഒന്നും സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടില്ല. സോ ഇത് ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ടാണ് കീ ഒന്നും എനിക്ക് ചോദിക്കാതിരുന്നത്. ഇവിടെ മുകളിൽ VMware ഫ്യൂഷൻ ലൈസൻസ് നോക്കുകയാണെങ്കിൽ സോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തനിയെ ബൂട്ടായി വരും. ജസ്റ്റ് ഫുൾ സ്ക്രീൻ ആക്കുക. നമ്മൾ യൂസർ നെയിം KLI, പാസ്വേഡ് നിങ്ങൾ എന്താണോ കൊടുത്തത് അത്. ഓക്കെ, സോ കലി ലിനക്സ് കംപ്ലീറ്റ്ലി ബൂട്ടായിട്ടുണ്ട്. നമുക്ക് കാണാം. സോ ചില ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇതിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം വർക്ക് ചെയ്യും. ചില ആപ്ലിക്കേഷൻസ് വിച്ച് ഈസ് നോട്ട് കോഡഡ് ഫോർ ARM64 ലൈക്ക് ARM ബേസ്ഡ് പ്രോസസ്സറിൽ വർക്ക് ചെയ്യാത്ത ആപ്ലിക്കേഷൻ നമ്മൾക്ക് ഗെറ്റ് ആപ്റ്റ് വെച്ച് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില എറർ കാണിക്കും. അത് ആ ഒരു രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പോൾ മാക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഏകദേശം ഐ തിങ്ക് ഇയറും കൊണ്ട് എല്ലാം ARM ബേസ്ഡ് പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആപ്ലിക്കേഷൻസ് മാറും. എന്നാലും ഫോർ നൗ നമ്മൾക്ക് മുന്നിലുള്ള ഒരു സൊല്യൂഷൻ ആൻഡ് കംപ്ലീറ്റ്ലി ജെനുവിൻ വിത്ത് കീ, കംപ്ലീറ്റ്ലി ക്രാക്കിങ്ങോ അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾക്ക് കറൻ്റ്ലി M1 ആൻഡ് M2 ഇതേപോലെ മാക്ബുക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മൈ ഫർഹാൻ ബിൻ ഫസൽ ഹിയർ. സീ യു.